ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ സത്യഭാമയെ ആദ്യം അധിക്ഷേപിച്ചങ്ങ് ആ ഗോപിനാഥൻ എന്ന് പറയുന്ന ആളങ്ങ് സംസാരിക്കുന്നുണ്ട്. അന്നേരം കൂടെ വന്ന മറ്റൊരാൾ പറയുന്നുണ്ട്, അവർ കാര്യം പറഞ്ഞില്ലേ, നിങ്ങളൊന്ന് സമാധാനിക്കെന്ന്. അന്നേരം എന്ത് സമാധാനിക്കാനായിട്ട്? ആ പെണ്ണ് പിടിയൻ ആൻ്റപ്പന് പണം കൊടുത്തെന്നോ? അതൊക്കെ ഇവർ വെറുതെ പറയുന്നതാവാനാണ് സാധ്യത. ഇവർ പണം ബ്ലേഡല്ലേ, അപ്പോൾ പിന്നെ പണം പലിശയ്ക്ക് കൊടുത്ത് സ്വരുക്കൂട്ടുന്ന ആളല്ലേ? അല്ലെങ്കിൽ പാവങ്ങളുടെ കയ്യിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് ഭൂമി എഴുതി വാങ്ങിച്ചിട്ട് അതങ്ങോട്ട് പെരുപ്പിക്കും. ചക്കരക്കുടമല്ലേ, നക്കിയെന്നിരിക്കും. ഒരു സത്യഭാമ വാക്കാണ് സത്യം എന്നൊക്കെയല്ലേ പറയുന്നത്. അങ്ങനെ വാക്ക് സത്യം എന്ന് ഉള്ളതിന് നിങ്ങൾ പുല്ല് വിലയെങ്കിലും കൽപ്പിക്കുന്നെങ്കിൽ വെക്കി കാശ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ആ ഗോപിനാഥൻ അങ്ങ് സത്യഭാമയെ പുച്ഛിച്ചങ്ങ് സംസാരിക്കുകയാണ്. അന്നേരം തല കുനിച്ചങ്ങ് സത്യഭാമ അങ്ങ് നിൽക്കുകയാണ്, ഒരു ഉത്തരവും പറയാനാകാതെ. തുടർന്നും അയാൾ പറയുന്നുണ്ട്, ഇവരെ ട്രഷറാക്കുന്നതിൽ അന്ന് ഞാൻ ഒറ്റ ഒരാൾ മാത്രമാണ് എതിർത്തത്. അത് ഇവരുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ്. എവിടെ നോക്കിയാലും പണത്തിലാണ് ഇവരുടെ കാശ്. ഇത് ചിലപ്പോൾ പത്രോസും ഇവരും കൂടി കളിക്കുന്നൊരു നാടകമായിരിക്കും. ചിലപ്പോൾ ആൻ്റപ്പൻ ഇതൊന്നും അറിഞ്ഞു പോലും കാണില്ല. ഇപ്പം കൊച്ചുമോളുടെ ചോറൂണൊക്കെ പണം വാരി എറിഞ്ഞ് നടത്തിയല്ലോ, അതുമൊക്കെ ആരാൻ്റെ കാശല്ലേ എന്നൊക്കെ പറഞ്ഞങ്ങ് ആക്ഷേപിക്കുമ്പോൾ സത്യഭാമ ഉത്തരമില്ലാതെ അങ്ങ് നിൽക്കുകയാണ്. അന്നേരം ഇതൊക്കെ കേട്ടുകൊണ്ട് ആ റൂമിൻ്റെ വാതിൽക്കൽ രാഘവൻ നായർ ഇരിക്കുകയാണ് വീൽ ചെയറിൽ. തുടർന്ന് ഗോപിനാഥ നിർത്ത് എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ വീൽ ചെയറുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. തുടർന്ന് രാഘവൻ നായർ പറയുകയാണ്, ഗോപിനാഥ, ഒരു നാവുണ്ടെന്ന് കരുതി എന്തോ അങ്ങോട്ട് പറയാമെന്ന് കരുതരുത്. ആ നാവ് ഞാൻ അരിഞ്ഞ് താഴെ ഇടും. നിനക്കറിയാമല്ലോ രാഘവൻ നായരെ, ഈ വീൽ ചെയറിലാണ് ഞാൻ എന്നൊന്നും നീ കരുതണ്ടെന്ന് പറയുമ്പോൾ ഗോപിനാഥൻ അങ്ങ് അടങ്ങുകയാണ്. തുടർന്ന് വരുന്നുണ്ടോ എന്നും പറഞ്ഞ് മറ്റേയാളെ വിളിക്കുകയാണ്. തുടർന്നും സത്യഭാമയോട് പറയുന്നുണ്ട്, NRIക്കാർ പണം അയച്ചു തന്നത്, അവരവിടെ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കിയിട്ടാണ് കാറ് കഴുകിയും വെള്ളം വിറ്റും ഒക്കെ അവർ പണം അയച്ചത്. 50 കുട്ടികളുടെയെങ്കിലും വിവാഹം നടന്നോട്ടെ എന്ന് കരുതിയാണ്. ഇന്നേക്ക് 3-ാം ദിവസമാണ് വിവാഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. വിവാഹം മുടങ്ങി അതിലേതെങ്കിലും ഒരു പെൺകുട്ടി വീടിൻ്റെ ഉത്തരത്തിലെങ്ങാനും കെട്ടിത്തൂങ്ങി ചത്താൽ നിങ്ങൾ മറുപടി പറയേണ്ടി വരും. നാട്ടുകാരുടെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ മുന്നിൽ, അങ്ങ് മോളിൽ. പിന്നെ പണക്കാർക്ക് മാത്രമല്ല, പാവപ്പെട്ടവർക്കും ആത്മാഭിമാനം ഉണ്ട്. അത് നിങ്ങൾ ഓർത്തോളണം സത്യഭാമയെന്ന് ഇങ്ങനെ വിരൽ ചൂണ്ടി ഭാമയുടെ നേരെ പറഞ്ഞിട്ട് ആ മറ്റേയാളെയും വിളിച്ചുകൊണ്ട് ഈ ഗോപിനാഥൻ എന്ന് പറയുന്ന കക്ഷി അങ്ങ് പോവുകയാണ്. തുടർന്ന് ഭാമ അങ്ങ് പത്രോസിനോട് ദേഷ്യപ്പെടുകയാണ്. പത്രോസിനെ വിശ്വസിച്ചാണ് ഞാൻ ആൻ്റപ്പന് പൈസ കൊടുത്തത്. ഇങ്ങനെ ഈ വീട്ടിലെ ഒരു സംഭവം ആദ്യമായിട്ടാണ്. പണം ചോദിച്ച് ഒരാൾ സത്യഭാമയെ വെല്ലുവിളിക്കുന്നത് ആദ്യമായിട്ടാണ്. തലകുനിച്ച് എനിക്ക് നിൽക്കേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോൾ ആൻ്റപ്പൻ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്ന് പത്രോസ് പറയുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, ഭാമയെ, അതൊക്കെ ശരിയായിരിക്കാം, നമുക്ക് പറ്റാനുള്ളത് പറ്റി. ഇനി എന്തായാലും അടുത്ത നടപടി എന്താണെന്ന് നോക്കാമെന്ന് പറയുമ്പോൾ രാഘവേട്ടൻ എന്താ ഉദ്ദേശിച്ചതെന്ന് പത്രോസ് ചോദിക്കുന്നുണ്ട്. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, എന്തായാലും ഭാമയുടെ വാക്ക് തന്നെ വില കൊടുത്തേ പറ്റൂ. പൈസ എന്തായാലും നമുക്ക് മറ്റന്നാൾ കൊടുക്കണം. ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതൊക്കെ കൂട്ടാം. പത്രോസിനെ കൊണ്ട് എത്ര ഒപ്പിക്കാമെന്ന് പറയും. 5 കോടി നമുക്ക് തികച്ചു കൊടുക്കാം എന്നിങ്ങനെ പറയുമ്പോൾ, അയ്യോ, എൻ്റെ കയ്യിൽ 5ൻ്റെ പൈസ ഇല്ലയെന്നും പറഞ്ഞ് പത്രോസ് അങ്ങ് കൈമലർത്തുകയാണ്. അന്നേരം ഭാമ ചോദിക്കുന്നുണ്ട്, പത്രോസിനെ എന്നെ വിശ്വസിച്ചല്ലേ ഞാൻ ഇത്രയൊക്കെ കൊടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റോയും പത്രോസുമാണ്, എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറഞ്ഞ് പത്രോസ് അങ്ങ് തറതട്ടനെ കൈമലർത്തി നിൽക്കുകയാണ്. ആൻ്റപ്പനെ ഞാൻ പരിചയപ്പെടുത്തതെന്നേ ഉള്ളൂ, പൈസ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് ഭാമയുടെ തീരുമാനമല്ലായിരുന്നു എന്ന്. അന്നേരം വിശ്വസിക്കാൻ കൊള്ളാമെന്നല്ലേ പത്രോസ് പറഞ്ഞതെന്ന് ഭാമ ചോദിക്കുകയാണ്. അന്നേരം ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് കരുതിയിരുന്നത്. കൂപ്പിലെ ലേലവും ലോറിയും പിന്നെ കുറേ JCB ഒക്കെ വാങ്ങിച്ചു. അതിൻ്റെ ഇടയിൽ ആരാൻ്റെ പിള്ളേരെ കെട്ടിക്കാനായിട്ട് എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. എല്ലാം ഒക്കെ ആയിട്ട് നടുവൊടിഞ്ഞ് നിൽക്കുകയാണ് ഞാൻ. പിന്നെ വേറൊന്നും പറയാനില്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് പോകണം, അവിടെ ലോറിയും ആളുകളെയും നോക്കാനൊന്നും ആളില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പത്രോസ് അങ്ങ് തടി തപ്പുകയാണ്. രാഘവൻ നായരും ഭാമയും ഒക്കെ അന്തമിട്ടിരിക്കുകയാണ് ആ പത്രോസിന്റെ ഒരു പെരുമാറ്റത്തിൽ. പക്ഷെ അന്ന് വന്നപ്പോഴും അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. പത്രോസ് പറഞ്ഞിട്ട് തന്നെയാണ് സത്യഭാമ അവിടെ പൈസ കൊടുത്തതല്ലോ. പക്ഷെ ഇവിടെ പത്രോസ് ഭാമയെ കൈ ഒഴിഞ്ഞിരിക്കുകയാണ്. തുടർന്ന് പത്രോസും കൂടി ചേർന്നായിരുന്നോ ചതിച്ചതെന്ന് ഭാമ പറയുമ്പോൾ അത് ചതിയല്ല ഭാമയെ, സ്വന്തമാണെന്ന് ആൾക്കാരെ അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് പാടില്ല. അന്നേരം സ്വന്തമല്ല എന്നൊരു ഓർമ്മ വേണം എന്നിങ്ങനെ പറയുമ്പോൾ എനിക്ക് തെറ്റുപറ്റി രാഘവേട്ട, അന്നേ രാഘവേട്ടൻ എന്നോട് പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് ഭാമ അങ്ങ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അന്നേരം അത് പോട്ടെ എന്നും പറഞ്ഞ് രാഘവൻ നായർ സമാധാനിപ്പിക്കുന്നുണ്ട്. തുടർന്ന് ആ രാഘവൻ നായരുടെ വാക്കുകളൊക്കെ കേട്ടിട്ട് ഭാമ പറയുന്നുണ്ട്, രാഘവേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ, എന്നെ ആശ്വസിപ്പിക്കുമ്പോൾ എൻ്റെ നെഞ്ച് വീണ്ടും ചുട്ട് നീറുകയാണ്. എന്നെ ഒന്ന് വഴക്ക് പറയുമെങ്കിലും ചെയ്യ്, എനിക്കൊരു താക്കീത് നൽകുക, ഇല്ലെങ്കിൽ എന്നെ ഒന്ന് ഒരടിയെങ്കിലും താ എന്നൊക്കെ പറയുമ്പോൾ, അത് പോട്ടെ ഭാമേ, നമുക്ക് വിൽക്കാനിട്ടിരിക്കുന്ന തോട്ടമില്ലേ, അതങ്ങോട്ട് കൊടുക്കാം. കുറച്ച് നഷ്ടത്തിലായാലും ഇല്ല കുറച്ചായാലും അത് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, അപ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുത്ത് വാങ്ങാനിട്ടിരിക്കുന്ന തോട്ടങ്ങളുടെ അവസ്ഥ എന്താവും? പറഞ്ഞ തീയതിക്ക് മുമ്പിൽ
ആ മുഴുവൻ തുകയും കൊടുത്തില്ലെങ്കിൽ ആ അഡ്വാൻസ് കൊടുത്ത കോടിക്കണക്കിന് രൂപ നഷ്ടമാകില്ലേ, അത് ഇതിനേക്കാൾ നഷ്ടമല്ലേ എന്ന് പറയുമ്പോഴും രാഘവൻ നായർ അപ്പോൾ ഒന്നും പറഞ്ഞ് ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഭാമ അങ്ങ് നിരാശയോടെ പറയുന്നുണ്ട്, തീർന്നു രാഘവേട്ട, സത്യഭാമയുടെ ഈട് തീർന്നു, എല്ലാം നഷ്ടത്തിലായി, എല്ലാം തീർന്നു എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് സത്യഭാമ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം ശാലിനിയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് പാറുകുട്ടിക്ക് കുറുക്കുണ്ടാക്കുകയാണ്. പാറുമോളെ കൊടുത്തു എന്നുള്ളൊരു ബോധമൊന്നും ശാലിനിക്കില്ല. വിഷ്ണു ആണെങ്കിൽ ശാലിനി അർജുൻ്റെ കയ്യിലേക്ക് കൊടുത്തതൊക്കെ ഓർത്ത് റൂമിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അന്നേരം വിഷ്ണുവേട്ടാ എന്ന് അടുക്കളയിൽ നിന്ന് ശാലിനി വിളിക്കുന്നുണ്ട്. പക്ഷെ വിഷ്ണു കേൾക്കുന്നില്ല. തുടർന്ന് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്ന ശാലിനി പറയുന്നുണ്ട്, വിഷ്ണുവേട്ടാ കുറുക്കൊന്ന് നോക്കിക്കൊള്ളണേ, പിന്നെ ബാത്റൂമിൽ ഇളം ചൂടുവെള്ളം വച്ചിട്ടുണ്ട്, പാറുക്കുട്ടിക്ക് ചെറിയ പനിയുടെ ലക്ഷണം ഇല്ലായിരുന്നു, അപ്പോൾ വെള്ളത്തിൽ തുടച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങിയാണ്. അന്നേരം താൻ എന്തോ അവിടെ ഈ പറയുന്നതെന്നും പറഞ്ഞ് ശാലിനിയെ പിടിച്ചു നിർത്തുകയാണ്. പാറുക്കുട്ടിയെ നമ്മൾ കൊടുത്തില്ല എന്നിങ്ങനെ ചോദിക്കുമ്പോഴാണ് പെട്ടെന്ന് ശാലിനിക്ക് ആ ഒരു ഓർമ്മ വരുന്നത്. അന്നേരം നമ്മൾ അവളെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് കഴിഞ്ഞല്ലേ, അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, എനിക്ക് അവളെ വേണം വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് ശാലിനി അങ്ങ് നിന്ന് കരയുകയാണ്. എനിക്ക് അവളെ വേണമെന്നും പറഞ്ഞ് വീണ്ടും അങ്ങ് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. വിഷ്ണു പിടിച്ച് നിർത്തുന്നുണ്ട്. പക്ഷേ ശാലിനിയാണെങ്കിൽ ഒരു വിധത്തിൽ സമാധാനപ്പെടുന്നില്ല. തുടർന്ന് വിഷ്ണുവിൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് ശാലിനി അങ്ങ് മുറ്റത്തേക്ക് ഇറങ്ങുകയാണ്. അന്നേരവും വിഷ്ണു പിടിച്ച് നിർത്തുന്നുണ്ട്. എടോ, അവൾക്ക് വേറെ തന്തയും തള്ളയും ഒക്കെ ഉണ്ട്, നമ്മളൊക്കെ പ്രീതിയാണെങ്കിൽ പ്രീതിക്ക് വേണ്ടിയിട്ടല്ലേ അവളെ നമ്മൾ ഉപേക്ഷിച്ചതല്ല, അവർ തിരിച്ചു കൊടുത്തതല്ലേ, നമ്മുടെ മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വെക്കുന്നു പറയുമ്പോഴും ശാലിനി ഏങ്ങലടിച്ച് കരയുകയാണ്. ഇല്ല, എനിക്ക് അവളെ കാണണമെന്നും പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണുവിന് ആകെ ദേഷ്യം വരുന്നുണ്ട്. എങ്കിൽ പിന്നെ അങ്ങോട്ട് ചെല്ലുമെന്നും പറഞ്ഞ് ശാലിനിയെ പിടിച്ചങ്ങ് തള്ളുകയാണ്. കോമയിൽ നിന്ന് എണീറ്റ് വന്ന പ്രീതിയാണെങ്കിൽ വീണ്ടും അങ്ങ് ബെഡിലേക്ക് പൊക്കിക്കൊള്ളട്ടെ, അവൾ വീണ്ടും തളർന്ന് വീഴട്ടെ, നമുക്ക് നമ്മുടെ സുഖമല്ലേ വലുത്, ഞാനും നീയും പാറുക്കുട്ടിയും മാത്രം മതിയല്ലോ, എങ്കിലും ചെല്ല് എന്നൊക്കെ പറയുമ്പോൾ ശാലിനി അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്ന് വിഷ്ണു ആണെങ്കിൽ ശാലിനിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മനസ്സിനെ പറഞ്ഞ് സമാധാനിപ്പിക്കണം, നമ്മളിങ്ങനെ കുറ്റാക്കുരുട്ടത്ത് പകച്ചു നിന്നപ്പോൾ ഒരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടം പോലെ നമുക്ക് ശക്തി ഏറിയതാണ്, അവളെ നമുക്ക് തിരിച്ചു കൊടുത്തല്ലേ, അർജുന് വേണ്ടി പ്രീതിക്ക് വേണ്ടി തിരിച്ചു കൊടുത്തേ മതിയാവൂ, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോഴും ശാലിനി അങ്ങ് ഏങ്ങലടിച്ച് കരയുകയാണ്. അന്നേരം ഒരുവിധം വിഷ്ണു ശാലിനി അങ്ങ് സമാധാനിപ്പിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഒരുവിധം സമാധാനിപ്പിച്ച് വിഷ്ണു അങ്ങ് ശാലിനിയെ ചേർത്തങ്ങ് കെട്ടിപ്പിടിക്കുകയാണ്. കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. മോക്ക് ഞാനും എനിക്ക് മോള് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശാലിനി മോളെ എന്നൊക്കെ വിളിച്ചങ്ങ് ആശ്വസിപ്പിക്കുകയാണ് വിഷ്ണു അവിടെ. അന്നേരം ശാലിനി ഒരുവിധം സമാധാനപ്പെടുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ കുടുംബശ്രീ ഹോട്ടലിലാണ്. കുടുംബശ്രീയും ഹൃദയശ്രീയും കാണിക്കുന്നുണ്ട്. ശാരിയാണെങ്കിൽ ആ ഹോട്ടലിനകത്ത് തന്നെ ഇരിക്കുകയാണ്. പക്ഷെ അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ആരും വന്നിട്ടില്ല. പക്ഷെ ശാരദാമ്മയുടെ കടയിൽ പഴയ പറ്റുകാരും പിന്നെ പതിവുകാരും ഒക്കെ ഉണ്ട്. രാജീവും ശാന്തയും ഒക്കെ എല്ലാവർക്കും ഭക്ഷണം വിളമ്പുന്നു. പക്ഷേ ശാരദാമ്മയാണെങ്കിൽ ക്യാഷ് കൗണ്ടറിൽ ഇരുന്നുകൊണ്ട് ശാരിയുടെ ഹോട്ടലിലേക്ക് തന്നെ നോക്കി അങ്ങ് വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം ഒരാൾ പൈസ കഴിച്ചതിന് ശേഷം പൈസ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴൊന്നും ശാരദാമ്മ ശ്രദ്ധിക്കുന്നില്ല. അന്നേരം ശാന്ത വന്ന് വഴക്ക് പറയുന്നുണ്ട്, ഇത് ഏത് ലോകത്താണ് ശാരദാമ്മേ, അവിടെ ഞങ്ങൾക്ക് 100 കൂട്ടം പണിയുണ്ട്, ഈ കൗണ്ടറെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുമെന്ന് പറയുമ്പോഴാണ് ശാരദാമ്മ ആ ചുറ്റുവട്ടമൊക്കെ ഒന്നുകൂടെ ശ്രദ്ധിക്കുന്നത്. അതേസമയം കുറുപ്പ് സാറ് കുടുംബശ്രീയിലേക്ക് വരികയാണ്. മുറ്റത്തെത്തിയ കുറുപ്പ് സാറ് ആ ശാരികയുടെ ഹോട്ടലിലേക്ക് നോക്കുമ്പോൾ ശാരിക ഇങ്ങനെ ആ വാതിൽക്ക് നിൽക്കുന്ന കാണുന്നുണ്ട്. പക്ഷേ കുറുപ്പ് സാറിനെ കണ്ടിട്ട് ശാരിക പെട്ടെന്ന് അങ്ങ് അകത്തേക്ക് കയറി പോവുകയാണ്. തുടർന്ന് കുറുപ്പ് സാർ അകത്തേക്ക് വരുമ്പോൾ എന്താ ശാരദാമ്മ ഈ ലോകത്തൊന്നും അല്ലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞ് കുറുപ്പ് സാറിനോട് പിന്നെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. 19 വർഷത്തിന് മുമ്പ് ഞാനും ഇതേപോലെ ശാരിക കെട്ടിയിരിക്കുന്നത് പോലെ ഒരു ഓലപ്പുരയിലാണ് തുടങ്ങിയത്. ഇന്ന് അവളും അതേ പ്രായത്തിൽ അതുപോലെ തുടങ്ങിയിരിക്കുന്നു. കാലം എത്ര പോക്കാണ് പോയതെന്നൊക്കെ പറയുമ്പോൾ രാജിയും ശാന്തയും കൂടി അവിടെ ചായ ഒഴിക്കുന്നതിൻ്റെ അവിടെ നിൽക്കുകയാണ്. രാജി പറയുന്നുണ്ട്, പഴയ ശാരദാമ്മ പഴയ പഴങ്കഥയുടെ കെട്ടഴിക്കാൻ തുടങ്ങിയെന്ന് പറയുമ്പോൾ ഇതിലൊന്നും വലിയ മെച്ചമില്ല എന്നും പറഞ്ഞിട്ട് ശാന്ത പറയുമ്പോൾ രാജി പറയുകയാണ്. അന്നേരം ശാന്ത ചോദിക്കുന്നുണ്ട്, നീ എന്തോ ഈ പറഞ്ഞു വരുന്നതെന്ന്. അന്നേരം മാസം 15,000 രൂപയാണ് കിട്ടുന്നത്, അമ്മയുടെ മരുന്നിനും ഒക്കെ ചിലവാക്കിയിട്ട് കയ്യിലൊന്നും കാണില്ല, 600 രൂപയ്ക്ക് പണിയെടുക്കാനായിട്ട് ബംഗാളികളെ പോലും കിട്ടില്ല. അതേ ശാരികയുടെ ഹോട്ടലിലേക്ക് നോക്കി, അവിടെ ആ കുടയും സിനിമാ പോസ്റ്ററും ഒക്കെ ആയിട്ട് എന്ത് രസമാണ്, അവിടെ ഇപ്പോൾ ആളുകൾ അങ്ങോട്ട് കൂടും, ഇവിടെ പഴയ പലഹാരം പഴയ ആൾക്കാർ, കച്ചവടം ഒന്നും മെച്ചപ്പെടുത്തില്ല, മെച്ചപ്പെട്ടാലേ നമുക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ എന്നും പറഞ്ഞ് ശാരദാമ്മയെ കുറ്റപ്പെടുത്തി രാജി സംസാരിക്കുകയാണ്. അന്നേരം ശാന്ത പറയുന്നുണ്ട്, നന്ദിയോട് പറയരുത്, നിന്റെ അമ്മയ്ക്കും നിനക്കും ഒക്കെ സുഖമില്ല കിടന്നപ്പോൾ ശാരദാമ്മയല്ലേ പൈസ കൊണ്ട് തന്നത്, അല്ലാതെ അവരാരും അല്ലല്ലോ എന്ന് പറയുമ്പോൾ എന്നാലും ഈ കോളേജൊക്കെ കട്ട് ചെയ്യുന്ന പിള്ളേർക്ക് സ്വസ്ഥമായിട്ട് സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ അവിടെയാണ് സൗകര്യമെന്നും പറഞ്ഞ് രാജി സംസാരിക്കുന്നുണ്ട്. അന്നേരം ശാന്ത പറയുകയാണ്, അതല്ലേ അവിടെ ഈച്ച അടിച്ചിരിക്കുന്നതെന്ന്, ശാരിയുടെ ഹോട്ടലിൽ ആരും ഇല്ല എന്ന് പറയുമ്പോൾ അതൊക്കെ പിന്നീട് ആൾക്കാരൊക്കെ കണ്ടറിഞ്ഞ് വരും, എല്ലാത്തിനുമുള്ള സൗകര്യം അവിടെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശാന്തയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്.
ഇതേ സമയം ശങ്കരേട്ടനും കുടുംബശ്രീയിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരികയാണ്. മുറ്റത്തെത്തുന്ന ശങ്കരേട്ടനാണെങ്കിൽ ശാരികയുടെ ഹൃദയശ്രീയിലേക്ക് തന്നെ കുറേ നേരം നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അത് അകത്തു നിന്ന് ശാരദാമ്മ കാണുകയാണ്. ശാരദാമ്മ ഓടി ഇറങ്ങി മുറ്റത്തേക്ക് വന്നിട്ട് ശങ്കരേട്ടൻ എനിക്കൊരു ഉപകാരം ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്താന്ന് ചോദിക്കുമ്പോൾ ഇന്ന് ശങ്കരേട്ടൻ ഹൃദയശ്രീയിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറയുകയാണ്. ശങ്കരേട്ടന് അത് താല്പര്യമില്ല. അത് വേണോ, ഞാൻ ഇവിടെ നിന്നല്ലേ എന്നും കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ വേണ്ട, അവൾ അവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുകയല്ലേ, കഴിക്കാൻ ആളില്ലാതെ വരുമ്പോൾ പാചകം ചെയ്തവർക്ക് അതിൻ്റെ വിഷമം അറിയുള്ളൂ. ശങ്കരേട്ടൻ ഇന്നത്തേക്ക് എനിക്ക് ഉപകാരം ചെയ്യ്, ശങ്കരേട്ടനോടല്ലേ എനിക്ക് പറയാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ സംസാരിക്കുകയാണ്. അതായത് ഇവരുടെ മുറ്റത്തുനിന്ന് സംസാരിക്കുന്നതൊക്കെ അകത്തു നിന്നും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന കുറുപ്പ് സാർ ഇതെല്ലാം ശ്രദ്ധിക്കുകയാണ്. തുടർന്ന് ശങ്കരേട്ടൻ പറയുന്നുണ്ട്, ഞാൻ കാശൊന്നും എടുത്തിട്ടില്ല, എനിക്ക് അവിടെ പറ്റല്ലേ എന്ന് പറയുകയാണ് കുടുംബശ്രീയിൽ. അന്നേരം ശങ്കരേട്ടൻ ഇവിടെ നിൽക്കുകയെന്ന് പറഞ്ഞ് ശാരദാമ്മ അകത്ത് പോയി ക്യാഷ് കൗണ്ടറിൽ നിന്ന് 100 രൂപ എടുത്തുകൊണ്ട് വന്ന് ശങ്കരേട്ടൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ഇത് വെച്ചോ എന്ന് പറയുകയാണ്. അന്നേരം അതെന്നും പറഞ്ഞ് ശങ്കരേട്ടൻ മടിച്ച് നിൽക്കുമ്പോൾ ശങ്കരേട്ടന് മാനക്കേടാണെങ്കിൽ ഞാൻ പറ്റില്ല എഴുതിക്കോളാം എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം അത് കൊടുത്തിട്ട് ഹൃദയശ്രീയിലേക്ക് അങ്ങ് പറഞ്ഞു വിടുകയാണ്. ശാരദാമ്മ തിരിച്ചു കുഞ്ഞു പോരുന്നുണ്ട്. ഇതൊക്കെ കുറുപ്പ് സാറ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് ശങ്കരേട്ടനാണെങ്കിൽ ഹൃദയശ്രീയിലേക്ക് ചെന്നിട്ട് വെളിയിൽ കുടയൊക്കെ വെച്ച് അവിടെ കസേര ഇട്ടിട്ടുണ്ടല്ലോ, അവിടേക്ക് ചെന്നിരുന്നിട്ട് കുഞ്ഞേന്ന് അകത്തേക്ക് നോക്കി വിളിക്കുകയാണ്. അന്നേരം ശാരിക ഇത് കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഇതേ സമയം ബാലചന്ദ്രനാണെങ്കിൽ അവിടെ കാറിലെത്തുകയാണ്. ബാലചന്ദ്രൻ ഇങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി നോക്കുമ്പോൾ ശങ്കരേട്ടൻ അവിടെ ഇരിക്കുന്നത് കാണുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. പക്ഷെ പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ശങ്കരേട്ടന് ഭക്ഷണം കഴിക്കാനായിട്ട് ബാലചന്ദ്രൻ സമ്മതിക്കില്ല. കുടുംബശ്രീയിലെ സ്ഥിരം പറ്റുകാരൊന്നും ഇവിടെ ഭക്ഷണത്തിന് വരണ്ടെന്നും പറഞ്ഞ് ശങ്കരേട്ടൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിച്ച് പിന്നെ തള്ളുകയൊക്കെ ചെയ്യുന്നൊരു സീനാണ് ഇനി നെക്സ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.